പുതുപ്പള്ളിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രമേശ് പിഷാരടി ആദരാഞ്ജലി അർപ്പിക്കാനെത്തി. പാലക്കാട് സീറ്റിൽ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാൻ ഷാഫി പറമ്പിൽ നീക്കം നടത്തുന്നു എന്ന വാർത്തകൾക്കിടെയാണ് പിഷാരടി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്. എപ്പോഴും ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ എൻ്റെ പേരിങ്ങനെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞ് വരുന്നത് ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പേരങ്ങനെ വരുന്നത് എനിക്കൊരു അംഗീകാരം കിട്ടുന്നത് പോലെ ഞാൻ കാണുന്നു. പക്ഷേ നേതൃത്വം അത് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പരാതികളില്ല. ഞാനൊരു അച്ചടക്കമുള്ള പ്രവർത്തകനായി 10-30 മണ്ഡലങ്ങളിൽ എനിക്ക് പറ്റുന്നിടത്തോളം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിന് പോകും. ഞാൻ അതെല്ലാ തവണയും പോയിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വ വാർത്തകൾ തള്ളാതെയായിരുന്നു രമേശ് പിഷാരടിയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസിനായി മുന്നിലുണ്ടാകുമെന്നും പിഷാരടി പറഞ്ഞു. അജിത് ബാബുവാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, ഇന്ന് ആണ് നമ്മൾ ഈ ഒരു രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വ വാർത്തകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതും അക്കാര്യത്തിൽ ചർച്ചകളൊക്കെ ഉണ്ടാകുന്നതും. ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ച നോമിനിയാണ് രമേശ് പിഷാരടി എന്നതടക്കമുള്ള വാർത്തകൾ വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, മുൻപും ഇത്തരത്തിൽ ആളുകൾ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ അത്തരത്തിൽ അഭ്യൂഹം ഉണ്ടാകുമ്പോൾ ആദ്യം എത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലായിരുന്നു. മുൻപ് അത്തരം സംഭവങ്ങളൊക്കെ, സമാന സംഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഉറപ്പിക്കുകയാണോ? പിഷാരടി പ്രചാരണം തുടങ്ങുകയാണോ ഇപ്പോൾ തന്നെ? സ്വാതി, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ പുതുപ്പള്ളി ഫെസ്റ്റ് എന്ന് പറയുന്നൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ആ പരിപാടിക്ക് എത്തിയതായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് ഇത്തരത്തിൽ കല്ലറയിൽ എത്തി ഇത്തരത്തിൽ ആദരം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ എത്തുന്ന സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യമാണ് പ്രധാനപ്പെട്ടത്. ഇപ്പം രമേശ് പിഷാരടിയെ പാലക്കാട്ടേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ അവിടെ ആ മണ്ഡലത്തിൽ ആരെ മത്സരിപ്പിക്കുമെന്ന ചോദ്യം കോൺഗ്രസിന് മുമ്പിൽ ഒരു വലിയ തലവേദനയായി നിൽക്കുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലൊരു സ്ഥാനാർത്ഥി നിർത്തിയാൽ പോരാ, മറിച്ച് രാഹുൽ അവിടെ നിന്ന് മാറുമ്പോൾ ഏറ്റവും കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ഒരു വീക്കായ സ്ഥാനാർത്ഥി എന്നൊരു തോന്നൽ പോലും ഉണ്ടാവാത്ത ഒരാളെ അവിടെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ആലോചനയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ആലോചനകൾ ഏതാണ്ട് വന്ന് എത്തി നിൽക്കുന്നത് രമേശ് പിഷാരടിയിലാണ്. അത്തരം ആലോചനകൾ കോൺഗ്രസിന്റെ അതിന്റെ അവസാന ഘട്ടത്തിലാണെന്നുള്ളതാണ് നേതൃത്വത്തോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിന് പിന്നാലെയാണ് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന പ്രതികരണങ്ങൾ ഇപ്പോൾ രമേശ് പിഷാരടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പാലക്കാടുമായിട്ടുള്ള രമേശ് പിഷാരടിയുടെ ബന്ധം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, അത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് പിഷാരടി സംസാരിച്ചതുടനീളം. തന്നെ പരിഗണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുവരെ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. പക്ഷേ ഈ വാർത്തകൾ കാണുമ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് സന്തോഷമാണ്. അതിനോടൊപ്പം തന്നെ രമേശ് പിഷാരടി പറയുന്നത്, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലും കേന്ദ്രത്തിലും ഭരണമില്ലാതിരുന്ന കാലത്ത് പോലും ഒരു കോൺഗ്രസ് പ്രവർത്തകനായി കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നിലപാടെടുത്ത ഒരു സിനിമാക്കാരനാണ്. ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് പോയ ഏക സിനിമാക്കാരൻ താനാണ്. അത്തരത്തിലുള്ള നിലപാടെടുത്തതിൻ്റെയൊക്കെ തുടർച്ചയിലായിരിക്കും ഇത്തരം ഒരു പരിഗണന ഉണ്ടാകുന്നത്. ആ പരിഗണനയിൽ താൻ സന്തോഷവാനാണ്. പക്ഷേ ഇതുവരെ ഒരു ഔദ്യോഗികമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. പക്ഷെ ഉണ്ടായാൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതാണെങ്കിലും പാലക്കാടിന്റെ ബന്ധങ്ങൾ, പാലക്കാട് താൻ ജനിച്ചു വളർന്ന നാളാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രമേശ് പിഷാരടി ഇന്ന് സംസാരിച്ചത്. ആ സംസാരത്തിന്റെ ഓരോ വാക്കുകളും രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം പാലക്കാട് ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി കോൺഗ്രസ് കണ്ടെത്തുന്ന ഏതാണ്ട് ആ ചർച്ചകളിലേക്കൊക്കെ അവസാനത്തിൽ വന്നു നിൽക്കുന്ന രമേശ് പിഷാരടി ആ വാർത്തകളോട്, ആ തീരുമാനത്തോട് അനുകൂലമായാണ് സംസാരിക്കുന്നത്. ഔദ്യോഗികമായ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയും നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട നിരവധി സൂചനകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ സൂചനകളെല്ലാം മുമ്പിലുണ്ട്. നിലവിൽ ഏതാണെങ്കിലും അക്കാര്യത്തിൽ രമേശ് പിഷാരടി കൂടി അനുകൂലമായി ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജിത്, എന്തായാലും രമേശ് പിഷാരടി ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തി ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അതിന് പിന്നാലെ രമേശ് പിഷാരടി നടത്തിയ പ്രതികരണം ഏറെ പ്രസക്തമാണ്. സ്ഥാനാർത്ഥിത്വ വാർത്തകൾ തള്ളാതെയാണ് രമേശ് പിഷാരടി പ്രതികരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസിനായി മുന്നിലുണ്ടാകുമെന്നാണ് പിഷാരടി പറയുന്നത്. പിഷാരടിയുടെ വാക്കുകളിലേക്ക്. എപ്പോഴും ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ എൻ്റെ പേരിങ്ങനെ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറഞ്ഞ് വരുന്നത് ഞാൻ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പേരങ്ങനെ വരുന്നത് എനിക്കൊരു അംഗീകാരം കിട്ടുന്നത് പോലെ ഞാൻ കാണുന്നു. പക്ഷേ നേതൃത്വം അത് ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് പരാതികളില്ല. ഞാനൊരു അച്ചടക്കമുള്ള പ്രവർത്തകനായി 10-30 മണ്ഡലങ്ങളിൽ എനിക്ക് പറ്റുന്നിടത്തോളം മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിന് പോകും. ഞാൻ അതെല്ലാ തവണയും പോയിട്ടുണ്ട്.